परमेश्वर आप सबको बहुत आशीष दे बोलकर ആമേൻ. बताता हूं। ആമേൻ. ഇന്ന് രാവിലെ നിങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന ഈ നിമിഷങ്ങൾ ഒന്നും വൃഥാവല്ല. ഇത് ദൈവനാമത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ദൈവത്തിൽ പ്രത്യാശ വെക്കുകയാണ്. परमेश्वर की उपस्थिति में जो खर्च करने वाला समय हमारे कभी भी नष्ट नहीं होंगे। ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ കർത്താവ് വരാനുള്ള സമയങ്ങൾ വളരെ അടുത്തിരിക്കുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. हमारे यीशु मसीह का आगमन नजदीक है, इसलिए हम अपने आप को हम परमेश्वर के चरणों में समर्पित करेंगे। ഇന്ന് രാവിലത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യമാണ്. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 42. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പി. मत्ती सुसमाचार 24 अध्याय का 42 वाक्य, मत्ती 24:42 हम पढ़ेंगे। लिखा, इसलिए जागते रहो क्योंकि तुम नहीं जानते हो कि तुम्हारा प्रभु किस दिन आएगा। ആമേൻ. ദൈവത്തിന്റെ വചനത്തില് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഏത് ദിവസം വരും എന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് ആ വരവിന് വേണ്ടി നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണമെന്ന് ദൈവം നമ്മളോട്, കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. प्रभु यीशु मसीह कब आएगा हमें नहीं मालूम, इसलिए हमें जागते हुए रहना है। ആമേൻ. ഇത് പറഞ്ഞിരിക്കുന്ന കർത്താവ്, ആമേൻ സ്തോത്രം, പറഞ്ഞത് കൊണ്ട്, കർത്താവാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് വേഗത്തിൽ സംഭവിക്കും എന്നുള്ളതും നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. प्रभु यीशु मसीह ने कहा है, इसलिए वो जल्दी होने वाला है। ആമേൻ. ഈ ദൈവവചനത്തിനകത്തുള്ളതായ കാര്യങ്ങളൊക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. प्रभु यीशु मसीह ने जो जो बात कहा है खुदा के कलाम में, वो सब कुछ पूरी हो गई है। ആമേൻ സ്തോത്രം. ഇപ്പോൾ ചിലത് സംഭവിച്ചുകൊണ്ടും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുകയും കൂടിയാണ്. यीशु मसीह ने कहा वो बात और भी होते जा रहा है। എന്നാൽ ഇനിയും സംഭവിക്കാനുള്ളതിനെ കുറിച്ചും കർത്താവ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ സംഭവിക്കുവാനായിട്ടിടയായിത്തീരും. आगे भी क्या होने वाला है, प्रभु ने जो कहा वो होगा। ആമേൻ സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കർത്താവ് എന്ന് വരും എന്നുള്ളത്, ആമേൻ സ്തോത്രം, ഏത് ദിവസമാണെന്ന് അറിയത്തില്ല, നമ്മുടെ കർത്താവ് വരും എന്നുള്ളത് നിശ്ചയമാണ്. मेरे प्यारो, प्रभु यीशु मसीह किस दिन आएगा हमें मालूम नहीं, परंतु यीशु पक्का आएगा। ആമേൻ. അതുകൊണ്ട് അതിനുവേണ്ടി ദൈവസന്നിധിയിലിരിക്കുന്ന നമ്മൾ ഉണർന്നിരുന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി. इसलिए प्रभु यीशु मसीह ने कहा, मेरे आगमन के लिए तुम जागते रहो। അതുകൊണ്ട് ഇന്ന് രാവിലെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. आज मुझसे और आपसे एक सवाल है, यीशु का आगमन के लिए क्या आप तैयार में हैं? ആമേൻ സ്തോത്രം. കർത്താവ് ഏത് സമയത്താണ് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ കർത്താവ് വന്നാൽ നമ്മൾ എടുക്കപ്പെടുമോ, അല്ലെങ്കിൽ കർത്താവിന് വന്നാൽ അവനോടുകൂടെ പോകാൻ കഴിയുമോ എന്നുള്ളത് ഇന്ന് രാവിലെ നാം ചിന്തിക്കണം. ये सुबह समय यदि यीशु मसीह आएंगे तो हाँ, हम तैयार में हैं, यीशु के साथ हम उठा लिया जाएगा। ये बात आपका जिंदगी में पक्की करना है। ആമേൻ. യേശു ക്രിസ്തുവിന്റെ ആമേൻ സ്തോത്രം വരവുണ്ട്. അത് തന്റെ മക്കളെ, തന്നെ സ്നേഹിക്കുന്ന, തന്നെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ചേർക്കുവാനായിട്ടാണ് യേശു വീണ്ടും മടങ്ങി വരുവാനായിട്ടിടയായി. यीशु मसीह का लोगों से खरीदा हुआ अपने बच्चों को लेने के लिए यीशु मसीह आ रहा है।
ആമേൻ. ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ അറിയുവാനും അവനെ ആരാധിപ്പാനും നമ്മൾക്ക് കർത്താവ് ഭാഗ്യം തന്നത് അവനോടുകൂടെ വസിക്കുവാൻ, അവൻ വരുമ്പോൾ അവനോടുകൂടെ പോകുവാൻ വേണ്ടിയാണ്. इस पीढ़ी में प्रभु यीशु को ग्रहण करने के लिए, उद्धारकर्ता के रूप में स्वीकार करने के लिए, उसकी उपासना करने के लिए खुदा ने हमें अवसर दिया ताकि हम उसके साथ में उसके राज्य में जाएं। നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ദിവസം ഒരു അവസ്ഥ നമ്മൾ ആരും ആമേൻ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചിട്ടുള്ള കാര്യമായിരുന്നില്ല. इसके बारे में, इस घटना के बारे में हमने कभी नहीं सोचा होंगे। പക്ഷെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും നമുക്ക് ദൈവം ഭാഗ്യം തരുവാനിടയായത്. और प्रभु यीशु से हमने प्रेम किया, इसलिए हम उसको पहचानने के लिए, उसकी संगति में बने रहने के लिए और उसके आगमन में जाने के लिए हम तैयार करने के प्रभु हमें अवसर दिया है। ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കർത്താവിന്റെ വരവ് അടുത്തു എന്നുള്ളതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. यीशु मसीह का आने का जो समय में क्या क्या घटना होने का है, वो सब कुछ आज वर्तमान में हो रहा है। യേശു വരുന്നതിനു വേണ്ടി ലോകവും ലോകത്തിലുള്ളത് സകലതും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. यीशु मसीह का द्वितीय आगमन के लिए संसार की सारी बातें तैयारी चल रहा है। പക്ഷേ കൊണ്ടുപോകുവാനായിട്ട് തയ്യാറാകുന്ന ദൈവജനം ഇതുവരെ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ ദൈവസന്നിധിയിലുള്ള നമ്മുടെ ചോദ്യം എന്ന് പറയും. प्रभु यीशु मसीह ले जाने वाला कलीसिया आज तैयार है कि नहीं, ये आज की सवाल है। അല്ലെങ്കിൽ ഇന്ന് രാവിലെ നാം അതിനു വേണ്ടി ദൈവസന്നിധിയിൽ ഒന്നുകൂടി ഒന്ന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. इसलिए मेरे प्यारो, हम अपने यीशु मसीह का द्वितीय आगमन की तैयारी में हम बने रहे। ഏതു സമയത്താണ് നമ്മുടെ യേശു കടന്നു വരുന്നത് എന്നുള്ളത് ആർക്കും അതറിയത്തില്ല. यीशु मसीह किस घड़ी में आएंगे किसी को भी मालूम नहीं है। കർത്താവിന്റെ വചനം അതാണ് പറയുന്നത്, പിതാവിന് മാത്രമല്ലാതെ പുത്രനും ദൂതന്മാർക്കും കൂടി ആ വിഷയം അറിയത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. इस समय के बारे में पिता का सिवा किसी को, स्वर्गदूत को भी पता नहीं है। അപ്പൊ അതുകൊണ്ട് ഏത് സമയത്ത് വന്നാലും അവനോടുകൂടെ പോകാൻ നമ്മളും ഒരുക്കപ്പെട്ടവരായിരിക്കണം. इसलिए कोई भी समय आ जाए, हम उसके साथ जाने के लिए हमेशा तैयारी में रहना है। കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെയാണ് യേശുവിന്റെ വരവെന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. और यह चोर किस प्रकार किस घड़ी में आते हैं, इस प्रकार जो है यीशु मसीह का आगमन। കള്ളൻ വരുന്ന സമയം നമുക്ക് കള്ളൻ വരുന്നതായ യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുറക്കുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. यदि चोर किस घड़ी में आएंगे, यदि पता होता, कभी भी चोर को घुसने के लिए, सेंध लगाने के लिए मौका बिल्कुल नहीं देंगे। ആമേൻ. അതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു ഏത് സമയത്ത് വരുമെന്നുള്ളത് നമുക്കറിയാത്തത് കൊണ്ട് ആ കള്ളൻ വരുന്നത് പോലെയാണ് യേശുവിന്റെ വരവെന്ന് പറയുന്നത്. यीशु मसीह किस घड़ी में आएंगे हमें मालूम नहीं है, और इसलिए प्रेज़ द लॉर्ड हमें तैयार रहना है। എന്തുവായാലും കർത്താവ് വരുമെന്നുള്ളത് വളരെ നിശ്ചയമാണ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ഉണർന്നിരിക്കുവാനായിട്ടിടയായി. यीशु मसीह आएगा, ये पक्की बात है, इसलिए हमें जागते रहना है। അതിന്റെ നാളും നാഴികയും നമുക്കറിയാത്തത് കൊണ്ട് നാം ദൈവസന്നിധിയിൽ ഒരുക്കത്തോടുകൂടെ ആയിരിക്കുവാൻ ഇന്ന് രാവിലെ ദൈവവചനം പറയുകയാണ്. और उसकी समय और मिनट हमें मालूम नहीं, इसलिए हमें आज दिन का सुबह समय परमेश्वर आपसे करे, आप जागते रहिए। അതിനുവേണ്ടിയാണ് കർത്താവ് ഒരു ഉപമയുടെ പറയുവാനായിട്ടിടയായി തീർന്നു. 10 കന്യകമാരുടെ ഉപമ കർത്താവ് നമ്മെ പഠിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. इसलिए प्रभु दृष्टांत के द्वारा 10 कुमारी के बारे में जो कहा,
ആമേൻ 10 കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. 10 कुमारियों में 5 बुद्धिमान थे, 5 मूर्ख थे। ആമേൻ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ ബുദ്ധിയുള്ളവരായിട്ട് കർത്താവിനെ എതിരേൽക്കുന്ന ആ ഗണത്തിലായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. आज सुबह समय जो 5 बुद्धिमान कुमारी के समान कलीसिया तैयार होने के लिए प्रभु कह रहा है। ആമേൻ മണവാളൻ വരുന്നു എന്ന് ഉള്ള ആമേൻ അറിയിച്ചപ്പോൾ ആമേൻ സ്തോത്രം 10 കന്യകമാരും ആമേൻ അതിനുവേണ്ടി ആമേൻ ഒരുക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. दूल्हा आ रहा है, खबर सुना, 10 कुमारी लोग उसे भेंट करने के लिए तैयार हो गया। എന്നാൽ 5 ബുദ്ധിയുള്ള കന്യകമാർ വിളക്കെടുത്തപ്പോൾ വിളക്കിനോടുകൂടെ അവർ എണ്ണയും കരുതുവാനായിട്ടിടയായി തീർന്നു. 5 बुद्धिमान कुमारी लोग उन्हें मसाला लिया, उसके साथ उन्हें तेल भी रखा था। ആമേൻ എന്നാല് ബുദ്ധിയില്ലാത്തവർ ആമേൻ സ്തോത്രം വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. അവർ അലസരായിട്ട് ആമേൻ സ്തോത്രം അങ്ങനെ അതിനെ കാണുവാനായിട്ടിടയായി തീർന്നു. मूर्ख जो कुमारी लोग वो लोग मसाले लिए जरूर, परंतु उन लोगों ने तेल नहीं रखा। ആമേൻ സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരും 10 പേരും ഉറങ്ങുവാനായിട്ടിടയായി തീർന്നു. दूल्हा आने में देर थे, 10 कुमारी लोग सो गया। ആമേൻ സ്തോത്രം എന്നാൽ അർദ്ധരാത്രിയായപ്പോൾ ആമേൻ മണവാളൻ വരുന്ന ശബ്ദം അവർ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. आध रात में दूल्हा आ रहा है, उसकी आवाज सुनने लगा। ആമേൻ സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരും 10 കന്യകമാരും ഒരുപോലെ എഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. 10 कुमारियां एक साथ जागने लगा। ആമേൻ ബുദ്ധിയുള്ള 5 പേര് ആമേൻ വിളക്ക് കത്തിച്ചപ്പോൾ ആമേൻ സ്തോത്രം വിളക്ക് കത്തിച്ചു. പക്ഷേ ആമേൻ സ്തോത്രം ആമേൻ മറ്റുള്ള ബുദ്ധിയില്ലാത്ത 5 പേർ വിളക്ക് കത്തിച്ചപ്പോൾ അവരുടെ വിളക്ക് കെട്ടുപോകുവാനായിട്ടിടയായി. 10 कुमारी लोग दिया जलाया, उसमें जो मूर्ख जो कुमारियां है उनकी दिया बुझने लगा। ആമേൻ സ്തോത്രം ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ചോദിച്ചു, നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. जो मूर्ख स्त्रियों ने उनसे कहा, हमारी दिया बुझ रहे, आप लोग हमें तेल दीजिए। ആമേൻ സ്തോത്രം അതുകൊണ്ട് ഞങ്ങളുടെ എണ്ണയും തീർന്നു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ കടയിൽ പോയി എണ്ണ ആമേൻ വാങ്ങുവീൻ എന്ന് ആമേൻ ബുദ്ധിയുള്ളവർ ബുദ്ധിയില്ലാത്തവരോട് പറയുവാനായിട്ടിടയായി. जो बुद्धिमान स्त्रियों ने कहा, यदि हम आपको देंगे फिर आप कभी हमारा भी नहीं रहेंगे, इसलिए तुम जो व्यापार करने वालों के पास जाकर तेल खरीद के लाइए। ആമേൻ അവർ എണ്ണ വാങ്ങുവാനായിട്ട് കടന്നു പോയപ്പോൾ മണവാളൻ വരുവാനായിട്ടിടയായി തീർന്നു. लोग तेल लेने के लिए चले गए हैं, तब दूल्हा आ गया। ആമേൻ 5 ബുദ്ധിയുള്ള കന്യകമാർ അവനോടുകൂടെ കയറി അവൻ കതക് അടയ്ക്കുവാനായിട്ടിടയായി തീർന്നു. और बुद्धिमान जो कुमारियों लोगों ने दूल्हा आया उनके साथ में उस घर में चले गई। ആമേൻ ഇവർ ആമേൻ കതകിൽ കിടന്ന് അടിച്ചു, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് തുറക്കണമേ എന്ന് അവർ ദൈവത്തോട് ആമേൻ മണവാളനോട് ആമേൻ യാചിക്കുവാനിടയായി തീർന്നു. इसके बाद में दूसरी कुमारी भी आकर कहने लगी, है स्वामी, हे स्वामी, हमारे लिए द्वार खोल दीजिए। കർത്താവ് അവരോട് പറഞ്ഞത്, മണവാളൻ അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞവരെ തള്ളിക്കളയുവാനായിട്ടിടയായി തീർന്നു. और दूल्हा ने उनसे कहा, उत्तर दिया, मैं तुमसे सच कहता हूं, मैं तुम्हें नहीं जानता। ആമേൻ ഈ 10 പേരിൽ 10 പേരും മണവാളനെ എതിരേൽപ്പാനായി ഒരുങ്ങി നിന്നവരാണ്. ये 10 में से 10 भी दूल्हा से भेंट करने के लिए निकला हुआ लोग है। പക്ഷേ അതിനകത്ത് 5 പേര് അതിൻ്റെതായ നിലകളിൽ ഒരുങ്ങുവാനിടയായി തീരാഞ്ഞത് കൊണ്ട് അവർ തള്ളപ്പെടുവാനായിട്ടിടയായി തീർന്നു. जो 5 लोग जो मूर्ख थे, उन लोग ने तैयारी नहीं किया, इसलिए उन लोग नष्ट हो गए हैं। ഇന്ന് രാവിലെ ദൈവസന്നിധിയിരിക്കുന്ന ദൈവമക്കളെ, നാം എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന, പക്ഷേ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഇന്ന് രാവിലെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. मेरे प्यारो, हम सब लोग तैयारी में हैं, बुद्धिमान स्त्रियों के समान हम तैयारी में रहे।
ആമേൻ. കർത്താവിന് വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നാളും നാഴികയും മാത്രമേ നമുക്കറിയാവുകയുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടി ഉണർന്നിരിപ്പാനായിട്ടിടയായിത്തീരാം. हमारे यीशु मसीह का आगमन नजदीक है, सिर्फ हमें समय और घड़ी हमें मालूम नहीं है। ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് ഈ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. जैसे ये घटना हमने सुना, इस प्रकार की घटना का समय की ओर हम जा रहे हैं। ആമേൻ. നാം ഓരോരുത്തരും ഓരോ പത്രമാധ്യമങ്ങളും TV വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും അടുത്തു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. हम टीवी के द्वारा, समाचार के द्वारा हम देख रहे हैं हमारे यीशु की आगमन नजदीक है। കർത്താവിന്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് നിങ്ങൾ അറിയണമെന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. मेरे प्यारो, परमेश्वर के कलाम में लिखा है, अंतिम समय में कई प्रकार की दुर्घटना होंगे। ആമേൻ. അതുകൊണ്ട് ജാതികളായ മനുഷ്യർ ചിന്തിക്കും, ഇതിനെക്കുറിച്ച് വളരെ ഭയത്തോടുകൂടെ അവർ അതിനെ കാണുവാനായിട്ടിടയായിത്തീരും. जो अन्य जाति लोग इस घटने के बारे में भी बड़ा सोचने लगेंगे। പക്ഷെ ഇന്ന് രാവിലെ ദൈവവചനത്തിൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവ പൈതലിന് അറിയാം, ഇത് കർത്താവ് വരാനുള്ള ഒരുക്കത്തിന്റെ ആരംഭമാണെന്ന് ദൈവത്തിന്റെ ജനത്തിന് മനസ്സിലാകുവാനിടയാകും. जो परमेश्वर के लोगों को मालूम है हमारे यीशु प्रभु की आगमन नजदीक आ चुका है। ആമേൻ. ഒരു ദിവസം യേശുവിനോട് ചില ശിഷ്യന്മാര് ചോദിച്ചു, നിന്റെ വരവിനുള്ളതായ കാര്യങ്ങൾക്കുള്ള എപ്പോൾ സംഭവിക്കും എന്നുള്ളതും വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളങ്ങളെ കുറിച്ച് കർത്താവിനോട് ചോദിക്കുവാനായിട്ടിടയായി. एक दिन शैल लोगों ने यीशु मसीह से पूछा, गुरु आपके आगमन का, आपका द्वितीय आगमन कब होगा, उसके चिन्ह क्या होंगे, पूछने लगा। ആമേൻ. ആ കാലഘട്ടത്തിൽ വലിയ ദുർഘടങ്ങളുടെ സമയങ്ങളായിരിക്കുമെന്ന് കർത്താവിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. और यीशु मसीह ने कहा, उस जो मेरे आगमन के समय कई प्रकार की दुर्घटनाएं होंगी। ആമേൻ. ദൈവജനത്തെ സ്തോത്രം വളരെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ കാലഘട്ടം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. यीशु मसीह का, प्रेज़ द लॉर्ड, द्वितीय आगमन के समयों में परमेश्वर के लोग बहुत सताए जाएंगे। യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെ കുറിച്ചും നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുവാനായിട്ടിടയായിത്തീരും. युद्ध के बारे में, युद्ध का जो खबरें हम सुनते रहेंगे। ആമേൻ. യേശു എന്ന് പറഞ്ഞുകൊണ്ട് അനേക പ്രിയപ്പെട്ടവർ അതിന്റെ ഇടയിലും അനേക കള്ള പ്രവാചകന്മാർ, ക്രിസ്തുക്കൾ അതിനകത്ത് ഇറങ്ങുവാനായിട്ടിടയായിത്തീരും. वो झूठे भविष्य दिखता है, उठ खड़ा होंगे, बहुतों को भरमाएंगे। ആമേൻ. അതിനിടയിൽ അനേകർ പറയും, ഞങ്ങളാണ് യഥാർത്ഥമായ ദൈവവിശ്വാസികൾ, ഞങ്ങളാണ് യഥാർത്ഥമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരെന്നൊക്കെ അനേക പ്രിയപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരും. ओ कुछ लोग ऐसा भरमाएंगे, हम सच्चा मसीह, हम सच्चा संस्था, इन सारी बातें लोग बोलना शुरू करेंगे। ഞങ്ങളാണ് ദൈവത്തിന്റെ മക്കൾ, ഞങ്ങളാണ് ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞുകൊണ്ട് അനേക പ്രിയപ്പെട്ടവർ ഞങ്ങൾ ചെയ്യുന്നതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ നമ്മുടെ ഇടയിലേക്ക് വരുവാനിടയാകും. ये बोलना शुरू करेंगे, हमें सच्चा मसीही, हमें सच्चे लोग, ऐसे बोलकर भी लोग आएंगे। ദൈവവചനം പറയുന്നത്, നിങ്ങൾ തെറ്റാതിരിക്കുവാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കുവാനായിട്ടിടയായിത്തീരണം. इसलिए प्रभु का वचन हमें सिखाते, तुम धोखा मत खाना। കാരണം അവസാന നിമിഷങ്ങളിലെ വിശ്വാസത്തിന്റെ ത്യാഗമുണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുന്നു. और आखिरी समयों में विश्वास को कई लोग त्याग करेंगे, छोड़ देंगे। ആമേൻ. ചിലർ ജീവിതത്തിൽ അധർമ്മങ്ങൾ പെരുകുന്നത് കൊണ്ട് ചിലരുടെ വിശ്വാസത്തിന് കോട്ടം വരുവാനായിട്ടിടയായിത്തീരും. जो अधर्म के बढ़ने से बहुतों का प्रेम भी ठंडा हो जाएंगे। നേരോടെ നടക്കുന്നവർക്ക് സ്തോത്രം പലപ്പോഴും പ്രശ്നങ്ങൾ കടന്നു വരും. എന്നാൽ അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ അധർമ്മം കാണുമ്പോൾ സ്തോത്രം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് കോട്ടം വരാനായിട്ടിടയായിത്തീരുന്നത്. मेरे प्यारो, अधर्म बढ़ने के कारण विश्वासियों का जीवन इधर उधर होना शुरू हो जाएगा।
പക്ഷെ ഇന്ന് രാവിലെ ദൈവസന്നിധിക്കുന്ന ദൈവമക്കൾ ഓർത്തുകൊള്ളണം, ഇത് അധർമ്മം പെരുകുമ്പോൾ തന്നെ ചിന്തിക്കണം, ഇത് കർത്താവിന്റെ വരവിനുള്ള ആരംഭമാണെന്ന് നാം ചിന്തിപ്പാനിടയായിത്തീരണം. अधर्म पाप बढ़ रहा है तो समझना है हमारे यीशु मसीह का आगमन नजदीक है। ആമേൻ. മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ ദൈവജനത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോഴും ചിന്തിച്ചു കൊള്ളണം, യേശുവിന്റെ വരവടുത്തിരിക്കുന്നു എന്ന് നാം ചിന്തിപ്പാനായിട്ടിടയായി തീരണം. और पशुओं को मारते वैसे प्रभु के लोगों को मारते जा रहे हैं तो समझना यीशु का आगमन नजदीक है। കാരണം ഇത് കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്, ഇത് ഇതുപോലെ സംഭവിക്കുമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്. क्योंकि यीशु मसीह ने स्वयं कहा इन सारी घटना होंगे करके। കാരണം ഇത് കർത്താവിന്റെ വരവിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് ഇന്ന് രാവിലെ നമ്മൾ ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനായിട്ടിടയായി തീരണം. हमारे यीशु मसीह का आगमन नजदीक है, इसलिए हम अपने हाथ उठाकर परमेश्वर को धन्यवाद करें। ആമേൻ. हालेलुया। ദൈവത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ലോകത്തിന്റെ ആരംഭം മുതല് ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനിമേൽ സംഭവിക്കും എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. और ये संसार का शुरू समय से लेकर अभी तक नहीं हुआ ऐसी घटना होने वाला है। ആമേൻ, സ്തോത്രം. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ആ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ദൈവ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. इसलिए मेरे प्यारों, आने वाला हर परिस्थिति को सामना करते हुए हमारे यीशु मसीह का द्वितीय आगमन के लिए हमें तैयार होना है। ആമേൻ. ഇത് കണ്ട് നാം പരിഭ്രമിക്കുകയല്ല, ഇത് കണ്ട് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുകയല്ല, ഇതിൽ നിന്ന് കൊണ്ട് തന്നെ നാം ദൈവസന്നിധിയിൽ ബലം പ്രാപിക്കുവാനായിട്ടിടയായിത്തീരും. इसलिए मेरे प्यारों, हमें पीछे हटने का नहीं है, इन सारी घटनाओं को देख के हम प्रभु में और शक्तिशाली बनकर आगे बढ़ने का है। ആമേൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആമേൻ, ഉപദ്രവത്തിന് നമ്മെ ഏൽപ്പിക്കും, അനേകരെ കൊല്ലും, ആമേൻ, പലരും നമ്മെ പകയ്ക്കുവാനായിട്ടിടയായി തീരും. और मेरे प्यारों, हमें हमारे ऊपर उपद्रव करेंगे, हमें कई लोग त्यागेंगे, कई प्रकार की घटना होने वाला है। ദൈവവചനം പറയുന്നു, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുത്ത് അന്യോന്യം പകയ്ക്കുമെന്നാണ് കർത്താവിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. और प्रभु का वचन में लिखा है, एक दूसरे को धोखा देंगे, सौंप देंगे, इस प्रकार की घटना भी होने वाला है। എന്നാൽ ദൈവവചനം പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്, ഇത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, അവനാണ് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനായി തീരുവാനിടയായി തീരുന്നത്. और प्रभु का कलाम हमें सिखाते, आखिरी दम तक जो विश्वास योग्य रहेगा वो ही जय पाएंगे। ആമേൻ, സ്തോത്രം. രണ്ടാമതായിട്ട്, ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തെല്ലായിടങ്ങളിലും ചെന്നു ചേരുമ്പോൾ എന്റെ കർത്താവിന്റെ വരുവാനായിട്ടിടയായി തീരും. इस राज्य के सुसमाचार हर कोने पर पहुंचेगा, हमारे यीशु आएगा। ആമേൻ. ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് അനേക കർത്തദാസന്മാർ, ആമേൻ, ഏത് പ്രതിസന്ധി വന്നിട്ടും ഓരോ ദേശങ്ങളിലേക്ക് കർത്താവിന്റെ വചനവുമായിട്ട് കടന്നു പോകുന്നത്. मेरे प्यार, ये सुसमाचार को लेके हर कोने पर जो सुसमाचार के लोग जाने का कारण वही है। ആമേൻ, സ്തോത്രം. ഒരു നായെ അടിക്കുന്നത് പോലെ അനേക ദൈവദാസന്മാരെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ ലജ്ജയില്ലാതെ കർത്താവിന്റെ വചനം ലോകത്തിൽ ഓരോ കോണിലും കൊണ്ടു ചെല്ലുന്നത് എന്തിനാണെന്നറിയാമോ? ഈ കർത്താവിന്റെ വരവിന് വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. मेरे प्यारो, जो परमेश्वर के दास लोग एक पागल कुत्ते को जैसे मारते वैसे आज मारते हुए फिर भी ये सुसमाचार सुनाते रहने का कारण हमारे यीशु का आगमन नजदीक है। ഒരു ജീവിതമെങ്കിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് വരണമെന്നുള്ള ആഗ്രഹത്തോട് അവർ സ്വയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാണ് അവർ പലപ്പോഴും കടന്നു പോകുന്നത്. एक नाश होने वाला आत्मा को किसी भी हाल में बचाना है, उस उद्देश्य के साथ वो सुसमाचार की सेवा में आगे बढ़ रहा है। ആമേൻ. നമ്മെ പോലെ മറ്റുള്ളവരെ പോലെയൊക്കെ ആമേൻ സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാ, പക്ഷേ കർത്താവിന് വേണ്ടി അവരെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച പ്രിയപ്പെട്ടവരാ. और मेरे प्यारो, प्रेज द लॉर्ड,
उन लोग अच्छी तरह से अपने जीवन बिता सकते हैं, परंतु उन लोगों ने यीशु के लिए अपने जीवन को समर्पण किया है। കാരണം അവർക്കറിയാം യേശു മടങ്ങി വരും. അന്ന് ഞങ്ങളും ആമേൻ ഞങ്ങൾ പറഞ്ഞവ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ആ പ്രവർത്തികളൊക്കെ അവർ ചെയ്യുവാനിടയായി. हमारे यीशु मसीह आएगा, हम भी स्वर्ग में प्रेज द लॉर्ड प्रतिफल पाने के लिए उस दिन खड़ा हो जाएंगे। അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിക്കുന്ന ദൈവമക്കളെ, കർത്താവ് വരുമെന്നുള്ളത് ആമേൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുവാനിടയാണ്. मेरे प्यारो, हमारे यीशु मसीह आएगा, ये पक्की बात है। ആമേൻ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടേണ്ടതിന് ഒരു കൂടി ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരും. मेरे प्यारो, प्रेज द लॉर्ड, हम भी यीशु का द्वितीय आगमन में उस स्वर्ग में पाने के लिए हम अपने आप को तैयार करें, हम अपने आप को तैयार करें। ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതാണ് ആമേൻ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. जो परमेश्वर का वचन हमें समझाते हैं, अंतिम समय में कई प्रकार की घटना आएंगे। ആമേൻ. 2 തീമോത്തിയോസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 മുതൽ ആ വിഷയങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. दूसरा तिमोथियुस के पत्रिका 3 अध्याय का पहला वाक्य से उस बातों को वर्णन किया है। ആമേൻ. മനുഷ്യർ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. अंतिम समय में दिनों में कठिन समय आएगा। ആമേൻ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി മാറപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെടും. मेरे प्यारो, क्योंकि मनुष्य स्वार्थी, लोभी, डिंगमार, अभिमानी, इन सारी बातें जो होंगे। ആമേൻ. സ്തോത്രം. മനുഷ്യരെ സ്നേഹിക്കുവാൻ കഴിയാതെ തന്നെത്താനെ സ്വാർത്ഥരായ മനുഷ്യരുടെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറ്റപ്പെടുവാനിടയാണ്. मनुष्य को प्रेम नहीं करते हुए एक स्वार्थी जीवन में आगे बढ़ेंगे। ആമേൻ. മനുഷ്യർ അപ്പനമ്മമാരെ അനുസരിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ജനം മാറ്റപ്പെടുവാനിടയാണ്. जो मनुष्य माता पिता की आज्ञा टालने वाला होंगे। ആമേൻ. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ടിടയായി തീരും. आज का पीढ़ी माता पिता का आदर न करने वाले पीढ़ी के रूप में हम पाए जाते। വാത്സല്യമില്ലാത്തവരായിട്ട് അവർ മാറും, ദയയില്ലാത്തവരായിട്ട് അവർ മാറുവാനിടയായി തീരും. और उन लोग जो प्रेम नहीं करने वाला के रूप में, आदर नहीं करने वाला के रूप में हम देखे जाएंगे। അനേകര് ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിട്ട് മാറ്റപ്പെടുവാനിടയായി തീരും. और वे भक्ति का वेश तो धरेंगे पर उसकी शक्ति को नहीं मानेंगे। ഇന്ന് അനേകര് ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് കാണിക്കുവാനുള്ള ഭക്തികൾ പലപ്പോഴും പുറത്തു കാണിക്കുവാനിടയായി തീരും. कई लोग हम परमेश्वर की सेवा कर रहे बोल के भक्ति को दिखाते हैं। ആ ഒരു കാലമാണ് ഈ കാലഘട്ടത്തിൽ അന്ത്യകാലഘട്ടം എന്ന് പറയുവാനായിട്ടിടയായി തീരുന്നത്. वो इस जो समय है अंधकाल है, हमें समझना है। അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിക്കുന്ന ദൈവവേല ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. इसलिए मेरे प्यारो, ऐसा समय में हम आज गुजर रहा है। ആമേൻ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കേണ്ടത്, കർത്താവ് വരും എന്നുള്ളത് ആമേൻ 100% ഉറപ്പാണെന്നുള്ളത് ആരും നാം മറന്നു പോകരുത്. इसलिए मेरे प्यारो, यीशु मसीह आएगा आएगा आएगा, ये पक्की बात है। ആമേൻ. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 20 വാക്യത്തിൽ പറയുകയാണ്, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. लूका यीशु समाचार 20 अध्याय का 21 वाक्य को आप पढ़ेंगे। उसमें लिखा है, उन्होंने उनसे पूछा, പക്ഷേ 20-21 അല്ലേ? 20-21 സോറി 21-20 21 का जो
बी 20। 20। हाँ। जब यरूशलेम को सेनाओं से घिरा हुआ देखो तो जान लगो कि उसका उजड़ जाना निकट है। ആമേൻ. യെരൂശലേമിന് ചുറ്റും ഇസ്രായേലിന് ചുറ്റും ഉള്ള സൈന്യങ്ങൾ അതിനെ വളയുന്ന ഒരു സമയം വരുമ്പോൾ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നാം ഓർക്കുവാനായിട്ടിടയായി. मेरे प्यारो इसराइल का चारों तरफ प्रेस लॉर्ड जो सेने से गिर गिर जाएगा, घेरा जाएगा, समझ लो प्रभु यीशु मसीह का आगमन निकट है। ആമേൻ. ഒരിക്കലും സംഭവിക്കാത്ത ചില സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ആ ഇസ്രായേലിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. अभी तक नहीं हुआ ऐसी घटना आज इसराइल का चारों तरफ हो रहा है। ആമേൻ. ഇന്ന് രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ദൈവവചനം അറിയുന്ന ദൈവമക്കൾ ചിന്തിച്ചോളണം. ആമേൻ. കർത്താവിന്റെ വരവിനുള്ള ഏറ്റവും സംഗതികൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. इसलिए मेरे प्यारो हमारे यीशु मसीह का द्वितीय आगमन नजदीक आ चुका है। ആമേൻ. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോടും എന്നോടും ചോദിക്കട്ടെ, നാം അതിനു വേണ്ടി ആമേൻ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടി ഒരുക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടുണ്ടോ? मैं अब मुझसे आपसे भी पूछना चाहता हूं, क्या आप पूरी तौर से आप अपने दिल को तैयार किए कि नहीं यीशु का आगमन के लिए? അതോ നാം ആമേൻ പഴയതുപോലെ ഇപ്പോഴും ആമേൻ സ്തോത്രം അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനാണോ നാം ആഗ്രഹിക്കുന്നത്? क्या आप पहले जैसे वैसे ही ठंडा जीवन में जीना चाहते हो? ആമേൻ. നമ്മുടെ ജീവിതത്തിലെ മുൻപിലുള്ള സമയം വളരെ ചുരുങ്ങി എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ വളരെ വളരെ ശക്തമായി അതിനുവേണ്ടി ചെയ്യുവാൻ നാം തയ്യാറായിത്തീരും. मेरे प्यारो हमारे आगे का समय बहुत कम हो चुका है, इसलिए हमें कितना भी जोर से हमें काम करना है। ആമേൻ. സ്തോത്രം. അതാകുമ്പോൾ ദൈവം കർത്താവ് വരുമ്പോൾ തന്റെ വിശുദ്ധന്മാരുമായി കർത്താവ് ആമേൻ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. प्रभु यीशु मसीह बादलों पर आएंगे, जो तैयारी में है उन्हें लेके जाएंगे। അവിടെ ചെല്ലുമ്പോഴാണ് ഇവിടെയുള്ളതിന്റെ എല്ലാം പ്രതിഫലം ദൈവം അവിടെ വെച്ചാണ് നമുക്ക് തരുവാനായിട്ടിടയായിത്തീരുന്നത്. मेरे प्यारो प्रेज लॉर्ड, हम ये पृथ्वी पर क्या क्या किया उसके अनुसार वो स्वर्ग में हमें प्रतिफल मिलेंगे। ഈ ലോകത്തിലുള്ളവർക്ക് നമ്മെ മാന്യരായി കാണുവാൻ പലപ്പോഴും കഴിയത്തില്ല. हो सकता है संसार के लोग हमारी आदर नहीं करते होंगे। ആമേൻ. നാം ഇവിടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രതിഫലം തരുവാൻ ഈ ലോകത്തിലുള്ള ആർക്കും സാധ്യവുമല്ല. मेरे प्यारो, हम ये संसार में जो भी खुदा के नाम के लिए करते उसकी प्रतिफल देने के लिए संसार में कोई नहीं दे सकते हैं। പക്ഷേ ഈ ഇവിടെ അനുഭവിച്ച കഷ്ടതയ്ക്കും ഇവിടെ അനുഭവിച്ച നിന്ദകൾക്കും ഇവിടെ അനുഭവിച്ച പരിഹാസങ്ങൾക്കും ഒരു ദിവസം സ്വർഗത്തിൽ ആമേൻ സ്തോത്രം മധ്യാകാശത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പ്രതിഫലം ഉണ്ടെന്നുള്ളത് ഇന്ന് രാവിലെ നാം മറന്നു പോകുവാൻ ഇടയാകരുത്. मेरे प्यारो, हम इस संसार में रहते समय क्या क्या किया है, जो कष्ट उठाया उसका प्रतिफल स्वर्ग में हमें मिलेंगे। അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുന്നത് ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. मेरे प्यारो, इस पृथ्वी पर रहते क्या भला बुरा किया उसके अनुसार स्वर्ग में हमें प्रतिफल मिलेंगे। ആമേൻ. അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ദൂതന്മാരുമായി നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ ദൈവം ചെയ്ത പ്രവർത്തികൾക്കും മാന്യത ലഭിക്കുന്നത് അവിടെയായിരിക്കും. मेरे प्यारो, इस संसार में हमें रहकर हमने क्या किया है उसके आदर और सम्मान हमें स्वर्ग में मिलेंगे। ആമേൻ. ദൈവസന്നിധിയിൽ അവിടെ ചെന്നിരിക്കുമ്പോൾ നാം ചെയ്തത് മുഴുവനും കർത്താവ് ഒരു തീയിൽ കൂടെ എന്ന പോലെ അതിനെ ശോധന ചെയ്യുവാനായിട്ടിടയായിത്തീരും. आप स्वर्ग में पहुंचेंगे, आपके हर एक काम को जैसे एक आग में होकर गुजरते हैं वैसे गुजर कर उसको निकालेंगे। ഇവിടെ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ മുഴുവനും തീയിൽ കൂടെ കടത്തി വീഴുമ്പോൾ നിലനിൽക്കുന്നത് എന്തോ അതിനെല്ലാം ദൈവം നമുക്ക് പ്രതിഫലം തരുവാനായിട്ടിടയായിത്തീരും. मेरे प्यारो, हमारे हर एक काम को आग से होकर निकलेगा, जो बाहर निकलेगा आग से उसके लिए प्रभु आपको प्रतिफल देंगे।
ആമേൻ പുല്ലും ആമേൻ മരവും വൈക്കോലും പോലുള്ള പ്രവൃത്തികളാണ് ഈ ഭൂമി നാം ചെയ്തതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ കത്തി അമരുവാനായിട്ടിടയായി. घास पैरा जैसे रूह में आप इस पृथ्वी पर कमाए हो, आग में वो सब कुछ जला जाएंगे। നമുക്കറിയാം ആമേൻ വൈക്കോലും പുല്ലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാണുമ്പോൾ ഒത്തിരി ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. अब मेरे प्यारे घास और पैरा देखा जाए तो बहुत बड़ा रूह में हम देखा जाते हैं। പക്ഷെ ദൈവത്തിന്റെ മുമ്പിലുള്ള തീയിലൂടെ അത് കടന്നു പോകുമ്പോൾ അത് വെറും ഒരു പിടി ചാരമായിട്ട് മാറ്റപ്പെടുവാനിടയായി. हाँ मेरे प्यारो, परमेश्वर के हाथ में वो सब राखड़ के रूप में दिखाई देंगे। ആമേൻ ഇന്ന് രാവിലെ ആമേൻ കർത്താവ് അങ്ങനെയുള്ള ഒരു പ്രവൃത്തി അല്ല ഈ ഭൂമിയിൽ നമ്മളിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. मेरे प्यारो, हमारे प्रभु यीशु मसीह ऐसा एक जो जवाब प्रभु यीशु मसीह आपके द्वारा नहीं चाह रहे। ആമേൻ ആമേൻ വിലയേറിയ കല്ല് പൊന്ന് വെള്ളി പോലെയുള്ള എത്ര തീയിലൂടെ കടന്നുപോയാലും പിന്നെയും ശോഭിക്കുന്ന ചില പ്രവർത്തികൾ ഈ ഭൂമിയിൽ ചെയ്യുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. प्रभु हमें हमें यही चाहते, बहुमूल्य पत्थर, बहु सोना चांदी इस प्रकार की आग से होकर जाते हैं और चमकते हैं, इस प्रकार की एक प्रतिफल जो है प्रभु चाहते हैं। ആമേൻ ഇതെല്ലാം തീയിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രവർത്തികൾ നിലനിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രതിഫലം ലഭിക്കുവാനായിട്ടിടയായി. इस आग से होकर गुजरते हैं, उसके समय जो क्या दिखाई देते हैं उसके अनुसार होंगे आपकी प्रतिफल। ദൈവസന്നിധിയിൽ നിങ്ങൾ ആരും അറിയാതെ കർത്താവിന്റെ സന്നിധിയിൽ അനേകർക്ക് വേണ്ടി കരഞ്ഞത് കർത്താവോട് ഓർക്കുവാനിടയായി തീരും. और रात की यामों में आप रोया, प्रभु के चरणों में लोगों के लिए बिछुबाई किया, उसका प्रतिफल स्वर्ग में उस दिन मिलेंगे। ആത്മാർത്ഥതയോടെ ഒരു ജീവിതം വിടുവിക്കപ്പെടുവാൻ കർത്താവിന്റെ വചനവുമായി കടന്നു ചെന്നതിനെ ദൈവം അവിടെ ഓർക്കുവാനായിട്ടിടയായി തീരും. आपने एक आत्मा को बचाने के लिए कितना प्रयास किया, दूर सफर किया, ये सारी बातों के लिए स्वर्ग में प्रतिफल है। കർത്താവിന് വേണ്ടി നിന്ന് ഉപദ്രവം സഹിച്ചത് അത് വളരെ സന്തോഷത്തോടെ സഹിച്ചതിന് അവിടെ നിങ്ങൾക്ക് ദൈവം പ്രതിഫലം തരുവാനിടയായി തീരും. आपने बड़ी दुख के साथ में बड़ी संकट से, सतावट से होकर आप गुजरा, वो सारी बातों के लिए स्वर्ग में प्रतिफल मिलेगा। നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഏകമായി ഇറങ്ങിയപ്പോൾ നിങ്ങൾ നിന്ദിക്കപ്പെടുവാനും ഉപദ്രവിക്കപ്പെടുവാനിടയായി തീർന്നു. അത് കർത്താവിന്റെ നാമത്തിൽ സഹിച്ചത് അവിടെ പ്രതിഫലമായി നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാനിടയായി തീരും. आप अकेले निंदा अपमान सहते हुए अपने घर से यीशु के खातिर निकला है, वो सारी बातों के लिए स्वर्ग में आपको प्रतिफल मिलेगा। ഇവിടെ എനിക്കൊന്നും ലഭിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അവിടെ ചെല്ലുമ്പോൾ ഇതിനെല്ലാം ഒരു പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് നാം ഇന്ന് രാവിലെ ഓർത്ത് നമ്മുടെ ഓട്ടം ഓടുവാനായിട്ടിടയായി തീരണം. मुझे कुछ भी नहीं मिला ऐसा सोचने की जरूरत नहीं। इस पृथ्वी पर कुछ भी ना मिले, स्वर्ग में जरूर आपको प्रतिफल मिलेगा। ഇന്ന് രാവിലെ ദൈവസന്നിരിക്കുന്ന ദൈവ വൈതലെ, ദൈവത്തിനു വേണ്ടി നീ ചെയ്തതൊന്നും എന്റെ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല, അവൻ അനീതിയുള്ള ദൈവമല്ല. അതിനുള്ള പ്രതിഫലം അവൻ തരുവാൻ തന്നെ ഇടയായി തീരും. ओ मेरे प्यारो, मेरे परमेश्वर अन्यायी परमेश्वर नहीं है, परंतु आपने जो कुछ किया है उसका प्रतिफल स्वर्ग में मिलेगा। ഈ ഭൂമി നാം ചെയ്തതിന് മുഴുവനും നമുക്ക് പ്രതിഫലം കർത്താവ് അവിടെയാണ് നൽകുന്നത്. അതിനുവേണ്ടി നാം എത്ര നാൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ നാം ചിന്തിപ്പാനായിട്ടിടയായി. आपने जो कुछ किया उसका प्रतिफल स्वर्ग में आपको मिलेंगे। ആമേൻ, സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി നാം ദൈവപാദപീഠത്തിൽ ഒന്ന് ഒരുങ്ങുവാനായിട്ടിടയായി. परमेश्वर की उपस्थिति में उसके लिए आज सुबह समय हम अपने आप को समर्पण करेंगे। അപ്പോൾ കർത്താവ് പറയുന്നതാണ്, ആമേൻ, എന്റെ ആമേൻ സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിന്റെ അവകാശത്തിന് വേണ്ടി നമ്മെ ദൈവം ആ സ്ഥാനത്തേക്ക് ആക്കുവാനായിട്ടിടയായി. ओ प्रीस लो, प्रभु की ओर से बुलाए वो लोगों घर के प्रभु उसी दिन हमें प्रतिफल देंगे। ആമേൻ, സ്തോത്രം. കർത്താവ് അന്ന് പറയും, എനിക്ക് വിശന്നു, എനിക്ക് നിങ്ങൾ ഭക്ഷിപ്പാനായിട്ട് തന്നു, ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു എന്ന് കർത്താവ് അന്ന് നമ്മളോട് പറയുവാനായിട്ടിടയായി. उसी दिन प्रभु ऐसा कहेंगे, जब मैं भूखा था
तुमने भोजन दिया, जब मैं प्यासा था तुमने मुझे पानी पिलाया। ആമേൻ സ്തോത്രം. അവിടെ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാനായിട്ട് വന്നു. मैं जब जो नंगा था तुमने वस्त्र पहनाया, जब मैं रोगी थे तुमने मुझे मिलने आया। ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു എന്നെ ആശ്വസിപ്പിക്കുവാനായിട്ടിടയായി. जब मैं बंदी था तुम मेरे पास आकर मुझे सांत्वना दिया। അപ്പോൾ ഈ മനുഷ്യർ കർത്താവിനോട് ചോദിക്കും, കർത്താവെ, നിന്നെ എപ്പോഴാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണുവാനായിട്ടിടയായി തീർന്നു? तब वो लोग पूछेंगे, प्रभु आप इस प्रकार हमने कब देखा है आपको? ആമേൻ സ്തോത്രം. കർത്താവ് അവരോട് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അതൊക്കെയും നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് കർത്താവ് അന്ന് നമ്മളോട് പറയുവാനായിട്ടിടയായി. यीशु मसीह कहेंगे, तुम छोटे से छोटे व्यक्ति के लिए जो भी किया वो मेरे लिए किया करके यीशु कहेंगे। ഇന്ന് രാവിലെ ദൈവസന്നിധിക്കുന്ന ദൈവ പൈതല്, ദൈവസന്നിധിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കർത്താവിനെ ആമേൻ അറിയാത്തവർക്ക് വേണ്ടി, അവരിലൂടെ യേശുവിനെ കണ്ട് നമ്മുടെ പ്രവർത്തികളെ നാം ചെയ്യുവാനായിട്ട് ഇന്ന് രാവിലെ ഇടയായി തീരട്ടെ. मेरे प्यारो, हम यीशु मसीह के लिए, प्रभु के लिए, उस प्रतिबल के लिए हम काम करना शुरू करेंगे। ആമേൻ സ്തോത്രം. കർത്താവ് വരുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. यीशु मसीह का आगमन नजदीक आ चुका है। ഇന്ന് രാവിലെ എത്ര പേർക്ക് ആ ഉറപ്പും വിശ്വാസവും ദൈവസന്നിധിയിലുണ്ട്? कितने लोग को ये पक्का विश्वास है? अपने हाथ उठाइए। ആമേൻ സ്തോത്രം. ആമേൻ हालेलुया। ആമേൻ ആമേൻ. വളരെ വിശ്വാസത്തോടുകൂടെ പറ, യേശു ഇന്ന് രാവിലെ വന്നാലും, യേശു ഏത് സമയത്ത് വന്നാലും ഞാൻ അവനോടുകൂടെ കടന്നു പോകും, അവനോടുകൂടെ ആയിരിക്കുമെന്നുള്ള ഉറപ്പ് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാപിക്കുവാനിടയാകട്ടെ. आप बोलिए, आप बताइए, मेरे यीशु मसीह आ जाएंगे तो भी मैं उसके साथ जाने के लिए मैं तैयार हूँ। ആമേൻ. അങ്ങനെ കഴിയുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ. ओ ऐसा अब कहा है तो आप आज सुबह अपने जीवन को समर्पण करिए। കാരണം ഈ ലോകത്തിൽ നാം കൈവിട്ടു പോകാനല്ല, അവനോടുകൂടെ നിത്യതയിൽ എത്തുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. मेरे प्यारो, प्रभु ये नहीं चाहते आप छूट जाए, प्रभु ये चाहते आप उसके साथ बादलों पर प्रवेश हो जाए। അതിനുവേണ്ടിയാണ് നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്. के लिए हम प्रभु को उपस्थिति में इंतजार कर रहे हैं। അത് വരും എന്നുള്ളത് നിശ്ചയമാണ്. वो यीशु आएगा पक्की है। അടുത്ത ആഴ്ചയിൽ ഇതുപോലെ ഒരുപക്ഷെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സമയം കിട്ടുമോ എന്ന് ആമേൻ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആമേൻ കിട്ടുമോ എന്ന് നമുക്ക് ആമേൻ ആഗ്രഹിക്കുവാൻ കഴിയത്തില്ല. अब मेरे प्यारो, अगले गुरुवार के दिन फिर से हमें मिलेंगे, कोई गारंटी नहीं है। ആമേൻ. ഇന്ന് രാവിലെ, ഇന്ന് വൈകിട്ട് നാം നമ്മുടെ ഭവനത്തിൽ മടങ്ങി വരുമെന്നറിയത്തില്ല. അതിനു മുമ്പേ കർത്താവ് വരുവാനിടയായി. आज शाम को हम अपने घर में लौटेंगे, हमें मालूम नहीं, हो सकता यीशु का आगमन हो। ആമേൻ. അത് ഇന്ന് വരുമെങ്കിൽ നാം എത്രമാത്രം ഇന്ന് ഒരുങ്ങുവാനായിട്ടിടയായി. यीशु आ जाएंगे तो हम कितने तैयारी में हैं। ആമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി എന്നെ ഒന്നുകൂടി ഒന്ന് ഒരുക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ. आइए अपने जीवन को हम समर्पण करेंगे। प्रभु आपके आगमन के लिए मैं एक बार और मेरे जीवन को समर्पण करते हैं। കർത്താവ് ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് പ്രവർത്തിക്കുവാനായിട്ടിടയായി തീരട്ടെ. प्रभु आज आपका दिल को तैयार करे। ആമേൻ. ഈ വചനം കേട്ട ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിൽ കാണപ്പെടുവാൻ കർത്താവ് കൃപ നൽകേണ്ടതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ये वचन सुना वो कोई भी नष्ट ना होने पाए, प्रभु के राज्य में प्रवेश होने पाए। ആമേൻ. ഇന്ന് രാവിലെ ദൈവം അതിനായി നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. उसके लिए परमेश्वर आपकी सहायता करे बोलकर मैं अपने शब्द को विराम करते हैं। ആമേൻ. സ്തോത്രം. आमीन आमीन आमीन। परमेश्वर का धन्यवाद हो, अच्छे सुंदर वचन हमारे लिए है कि हम जागते रहें और